വിജയ്ക്കെതിരെ പുതിയ നിയമങ്ങൾ. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തമിഴ് രാഷ്ട്രീയത്തിൽ വലിയൊരു പൊട്ടിത്തെറി നടന്നിരിക്കുകയാണ്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും എന്നെ ജനങ്ങളിൽ നിന്ന് മാറ്റാൻ കഴിയില്ല എന്ന് വിജയ് ആരെയാണ് വെല്ലുവിളിക്കുന്നത്? തന്റെ വ്യക്തിജീവിതത്തെയും സിനിമയെയും ലക്ഷ്യം വയ്ക്കുന്നവർക്ക് വിജയ് നൽകിയ മറുപടി കേട്ടാൽ നിങ്ങൾ ഞെട്ടും. വീഡിയോ പൂർണ്ണമായും കാണുക. നമസ്കാരം സുഹൃത്തുക്കളെ. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് നടൻ വിജയുടെ ഒരു പ്രസംഗമാണ്. തന്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് താരം പ്രതികരിച്ചിരിക്കുന്നത്. ഇതിന്റെ ചെറിയ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ പടരുകയാണ്. എന്തൊക്കെയാണ് വിജയ് തന്റെ റാലിയിൽ തുറന്നു പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ തന്റെ സമീപകാല പ്രശ്നങ്ങളെല്ലാം രാഷ്ട്രീയ എതിരാളികൾ പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണെന്ന് വിജയ് തുറന്നു പറയുന്നുണ്ട്. അവർക്ക് ഒരു കാര്യം മാത്രമേ അറിയൂ, വിജയിയെ കുറ്റപ്പെടുത്തുക എന്നാണ് താരം പ്രസംഗിച്ചത്. കരൂർ പ്രശ്നത്തെക്കുറിച്ച് ആ പ്രദേശത്തിന് മുഴുവൻ അറിയാം. പക്ഷേ അക്കാര്യത്തിലും എന്തിനാണ് തന്നെ കുറ്റപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇത്ര വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ജനങ്ങൾ എന്തിനാണ് ഇപ്പോഴും തന്നോടൊപ്പം നിൽക്കുന്നത് എന്ന അത്ഭുതം എതിരാളികൾക്കുണ്ടെന്നും വിജയ് പരിഹസിച്ചു. ഈ ജനപിന്തുണ കണ്ട് ഭയന്ന എതിരാളികൾ അടുത്തതായി ലക്ഷ്യം വെച്ചത് തന്റെ സിനിമയെയാണ്. ഒരു സിനിമയുടെ റിലീസ് തടയാൻ ആരൊക്കെയാണ് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അത് ഫലിക്കാതെ വന്നപ്പോൾ വിജയ് പുറത്തിറങ്ങരുത്, ആളുകളെ കാണരുത് എന്നിങ്ങനെ തനിക്കായി മാത്രം അവർ പുതിയ നിയമങ്ങളുണ്ടാക്കിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു. സിനിമയെ തകർക്കാൻ പറ്റാത്തവർ ഒടുവിൽ തന്റെ വ്യക്തിജീവിതത്തെ വേട്ടയാടാൻ തുടങ്ങിയെന്നാണ് വിജയ് പറയുന്നത്. ഭാര്യ സംഗീതയുമായുള്ള വിവാഹമോചന വാർത്തകളെയും കിംവദന്തികളെയും സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു താരത്തിന്റെ മറുപടി. തെരഞ്ഞെടുപ്പിന് വെറും 30 ദിവസം മുമ്പ് വരെ കാത്തിരുന്ന് തന്റെ അടുപ്പമുള്ളവരെക്കുറിച്ച് വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് അവർ ചെയ്തത്. താൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് ജനങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങൾ എന്നെ എത്ര പീഡിപ്പിച്ചാലും വേദനിപ്പിച്ചാലും ജനങ്ങളിൽ നിന്ന് എന്നെ വേർപെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന ഉറച്ച പ്രഖ്യാപനത്തോടെയാണ് വിജയ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ചുരുക്കത്തിൽ തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ ഭയപ്പെടുന്നവർ നടത്തുന്ന കുപ്രചരണങ്ങൾക്കെതിരെയുള്ള ഒരു സ്ട്രോങ് വാണിംഗ് തന്നെയാണ് വിജയ് നൽകിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വിജയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ വിജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.